ഒത്തിരി സന്തോഷമുണ്ട് ഈ വചന കൂടാരത്തിലേക്ക് കടന്നു വരുവാനും. അപ്പുറമായിട്ടും ഈ നിമിഷം കർത്താവ് ഒരുക്കിയ നിങ്ങളുടെ കൂടെ പ്രാർത്ഥന ആകാൻ ഒരുക്കിയ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. കൂട്ടായ്മയ്ക്ക് എന്നെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട രഞ്ജിത്ത് അച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു. കുറേ വർഷയുടെ അച്ഛൻ എനിക്ക് പരിചയമുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു കൂട്ടായ്മയാണ് ഇങ്ങനെയുള്ള കൺവെൻഷനൊക്കെ. തീർച്ചയായിട്ടും ഈ ഇടദിവസമായിട്ടും ഇത്രയും പേര് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ശുശ്രൂഷകളുടെ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതിന് അപ്പുറമായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ. ഹല്ലേലൂയ. ഈ കോവിഡാനന്തര അവസ്ഥയൊക്കെ പലരെയും ഒരു മയക്കത്തിലേക്ക് ആവുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കൺവെൻഷനുകൾ, ധ്യാനങ്ങൾ തീർച്ചയായിട്ടും വലിയ ആത്മീയമായ ചൈതന്യവും ഒരു ആത്മീയ കത്തുന്ന അനുഭവം ദൈവം ഒരുക്കുന്നുണ്ട്. അത് നിങ്ങളെപ്പോലെ കുറേ പേരെയും ഒന്ന് സന്തോഷമുണ്ട്. അച്ഛൻ പറഞ്ഞത് എനിക്ക് തോന്നണേ, നമ്മുടെ പ്രിയപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും ഉപ്രാസ്യാമയും അവർ രണ്ടുപേരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ച ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞൊരു സന്ദേശമുണ്ട്. കേരളത്തെ നോക്കിക്കൊണ്ട്, കേരള സഭയെ നോക്കിക്കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു, ലോകം മുഴുവൻ ഉറ്റുനോക്കിയാണ് കേരള സഭയിലേക്ക്. ഒന്ന് പറ പ്രൈസ് ദി ലോർഡ്. ഞാൻ 3-4 ആഴ്ചയുടെ സ്റ്റേജ് കയറാറില്ല, ശബ്ദമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോയതിന്. പക്ഷെ ഇന്ന് എന്ത് ദിവസം നേരത്തെ പറഞ്ഞിട്ട് ഓടി വന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇടയ്ക്കിടയ്ക്ക് പ്രൈസോടൊക്കെ പറഞ്ഞോളൂട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞു, കേരള സഭയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആഗോള സഭ ഏറെ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കൊച്ചു കേരള സഭയിൽ നിന്ന്. നമ്മുടെ കൊച്ചു സഭയൊന്നുമല്ല അല്ലേ, അംഗങ്ങൾ കൊണ്ട് ഒരു പക്ഷെ കൊച്ചു സഭയാണെങ്കിലും ഇന്ന് ലോകത്തിന് ഏറ്റവും അധികം സുവിശേഷ പ്രഘോഷ യാത്രയ്ക്ക്, ഈ ഒരു പരിശ്രമത്തിന് കേരള സഭ ഏറെ കൊടുക്കുന്നുണ്ട്. എവിടെ ചെന്നാലും പല രാജ്യത്തിലും ഓടി വരും മലയാളീസ്. അല്ലെങ്കിൽ നോക്ക്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒന്നാന്ന് പറയും. സന്തോഷം തോന്നാറുണ്ട്, അഭിമാനത്തെ തോന്നുന്ന ഒരു സഭയാണ് കേരള സഭ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കരിസ്മാറ്റിക് നവീകരണങ്ങളും രഞ്ജിത്ത് അച്ഛനെ പോലും ഞങ്ങളെപ്പോലെയുള്ള കുറേ അച്ഛന്മാർ ഓടി നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട അല്ലേ? പ്രൈസ് ദി ലോർഡ്. കൊളോസസ് ലേഖനം എടുക്ക്, 14-ാം അധ്യായം. ആരും വേണ്ടെന്ന് തെറ്റി പറഞ്ഞിട്ടും 1-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നതാ പറയുന്നത്? നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ചേച്ചി മതി. ഞങ്ങൾ പീഡ സഹിക്കാൻ എനിക്കെന്നെ ചേച്ചനൊന്നുമില്ല. രണ്ടാമത്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡ കുറവ്. എന്തർത്ഥം? തമ്പുരാൻ ഇഷ്ടം പോലെ സഹിച്ചു, എന്നാലും മുഴുവൻ തമ്പുരാൻ സഹിക്കാൻ പറ്റിയില്ല. അതും തമ്പുരാൻ 31 വയസ്സ് പോയില്ലേ? വീണ്ടും സഭയാകുന്ന ശരീരത്തിന് സഹിക്കുന്ന കുറവ് ആര് സഹിക്കുന്നു? നിങ്ങളൊന്നുമല്ല, ഞങ്ങളെപ്പോലെ വൈദികർ ഓടി നടക്കുമ്പോൾ സഹിക്കുന്നു. അപ്പൊ എന്നാ ചെയ്യണം? പറയാണ്, ആ ശരീരത്തിൽ ഞങ്ങൾ നികത്തുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി. അപ്പം നിങ്ങൾ ആദ്യം അച്ഛനെ പറയാനുള്ളത് എന്താ അറിയാമോ? നിങ്ങൾ പ്രതീക്ഷിക്കണ ഒരു സൗഖ്യ പ്രാർത്ഥനയും അല്ലെങ്കിൽ കാര്യം പറയാം. ഞാനതല്ല പറയാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും തമ്പുരാൻ തന്നോളും. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, അതിനുവേണ്ടി ഓടി നടക്കുന്ന വൈദികര്
ഇപ്പം ഇവിടെ നിങ്ങളുടെ കൺവെൻഷൻ നടത്താൻ കുറേ പേര് ഓടി നടന്നിട്ടുണ്ടല്ലേ. അപ്പം എല്ലാത്തിനും അപ്പുറമായിട്ടും നേതൃത്വം വഹിക്കുന്ന രഞ്ജിത്തച്ഛനും ഇതിന് ശുശ്രൂഷ നേതൃത്വം വഹിക്കുന്ന ഓടി നടക്കുന്ന മക്കൾക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. വളരെ ടാറ്റ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഇത് പീഡകൾ സഹിക്കാൻ അർത്ഥമാക്കുന്നത് ശുശ്രൂഷയ്ക്ക് മുന്നേറുമ്പോൾ തിന്മയുടെ കോട്ടയാണ് തകർക്കുന്നത് അല്ലേ. ഇപ്പൊ കോവിഡിന്റെ ഇതൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ സുഷുപ്തിയിൽ അങ്ങനെ ഇരിക്കുക അല്ലേ. അല്ല ഇവിടെയൊക്കെ അതിനൊക്കെ ഗാവുൽത്തായാലും പണ്ടത്തെ 10 നാള് വരുന്നുണ്ടോ? ഞാൻ അങ്ങനെ പിടിച്ച് ഓരോ ഏരിയ ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാലും ഒരു പരിധി വരെ സാത്താൻ മൂടിയിട്ടേക്കുക. ഞങ്ങൾ എന്ത് ചെയ്യും? ആ സാത്താൻ്റെ കോട്ട അങ്ങോട്ട് തകർക്കും. അങ്ങനെ കോട്ട തകർക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ ആര് ചേർന്ന് നിൽക്കും? ആര് ചേർന്ന് നിൽക്കും? നിങ്ങള്. അതെന്താ പറയാൻ മടി? പ്രൈസ് ദി ലോർഡ്. അതായത് പറഞ്ഞ ഈ കൺവെൻഷനും ഈ കൂട്ടായ്മകളൊക്കെ ഇന്ന് വലിയ ആത്മീയ മുന്നേറ്റം നേറുമ്പോൾ അയാൾ യാത്രയിൽ രഞ്ജിത്തച്ഛനോ എന്നെപ്പോലെ അച്ഛന്മാരൊക്കെ ഓടി നടക്കുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയുടെ ശക്തിപ്പെടുത്തണം. ഇപ്പം നിങ്ങൾ സ്വപ്നം കാണണം പണ്ടത്തെ പോലെ ഉഷപ്പോടും അല്ലെ എല്ലാ ധ്യാന കേന്ദ്രവും ആത്മാവിൽ നിറയണം. സാത്താൻ വെറുതെ ഇരിക്കുവോ? വെറുതെ ഇരിക്കത്തില്ല. സാത്താൻ്റെ പുറകെ ഞങ്ങൾ അവൻ്റെ പുറകെ. അതാണ് കാണും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എല്ലാ ആത്മീയ മുന്നേറ്റങ്ങളും ശക്തി പ്രാപിക്കണം. അതിൻ്റെ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറയും സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ രാവിലെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോകാറില്ല, നേരം കിട്ടാറില്ല. അല്ലപ്പുറമായിട്ടും ഇങ്ങനെ വലിയ ബന്ധനമുള്ള വീടുകളിലും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നമുക്കിട്ട് പണി കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങണം. അപ്പം ഇന്നലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി വീട്ടിൽ വലിയൊരു ബന്ധന പൈശാചി വീടുകളുള്ള ഒരു വീടാണ്, എനിക്കറിയാം. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? സാത്താൻ പറഞ്ഞിരിക്കുമോ? അതിൻ്റെ അസ്വസ്ഥത തരും. അപ്പം എനിക്ക് ഇന്നലെ 2-3 പണി കിട്ടി. വലിയ പണിയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറയുന്നത്, ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥ ചുമ്മാ സ്വപ്നം കാണണം. ദൈവമേ, എൻ്റെ അടുത്തിരിക്കുന്ന കസേരയിൽ നാളെ 10 പേര് വന്ന് ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി ഓടി നടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട രഞ്ജിത്തച്ഛനും എല്ലാ വൈദ്യർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ പഴയകാല അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം? ദൈവം ആത്മാക്കളെ കൊണ്ടുവരത്തില്ലേ? ഇങ്ങനെ ഇരുന്ന കൊണ്ടുവരുമോ? ഉറങ്ങിയിരുന്ന കൊണ്ടുവരുമോ? ഇല്ല. അപ്പം ഒന്ന് കരങ്ങൾ ഉയർത്താം. കുരിശപ്പേട് ധ്യാന കേന്ദ്രത്തിനെയും രഞ്ജിത്തച്ഛനെയും ഇവിടെ ശുശ്രൂഷ മറ്റു വൈദികരെയും എല്ലാ പ്രേക്ഷയും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക മക്കള് ആലയത്തിൽ കടന്നു വരുവാൻ വേണ്ടി കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നീ ബൈബിൾ എടുക്ക്. ഹല്ലേലൂയ. തമ്പുരാന്റെ വലിയ കാരുണ്യം അനുഭവിക്കുന്ന നിമിഷമായി മാറും. തീർച്ചയായിട്ടും ഓരോ നിമിഷങ്ങളും ദിവസവും ദൈവം വലിയ കരുണാമയനാണ്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ അത് അനുഭവിക്കുന്നതാ അല്ലേ? ബൈബിളിലുള്ള വായിക്കണം കേട്ടോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 2-ാം വാക്യം. യെശയ്യാ 33:2. മൈക്കുള്ള പെങ്ങള് വേണി വായിച്ചോട്ടോ. ചേച്ചി ബാക്കിലെത്തില്ല. ആ മൈക്കുള്ള പെങ്ങള് വായിച്ച ബാക്കിലെത്തും അല്ലേ? കുഴപ്പമില്ല. ചാൾസ് അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഓക്കെ, ഒന്നുറക്കെ വായിച്ചോ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മള് പ്രാർത്ഥിക്കുന്നത്, തമ്പുരാനെ ഞങ്ങളോട് കരുണയുണ്ടാകണം. കഷ്ടതയുടെ കാലം മാത്രമല്ല, എപ്പോഴും
പ്രഭാതത്തിലും എപ്പോഴും ഞങ്ങളോട് കരുണയുണ്ടായിരിക്കണം. ഞാൻ പെങ്ങളൊന്നോടെയും വചനം വായിക്കും. അപ്പോൾ വലുതേരം ഏറ്റിപ്പിടിച്ചിട്ട് ഉറക്കേറ്റില്ലുമ്പോൾ ആ വചനം നിന്നിൽ മാംസം ധരിക്കും. അതായത് നീ അത് പറയുമ്പോൾ, ഏറ്റു പറയുമ്പോൾ അതങ്ങ് സംഭവിക്കും. ഇടതേ ഹൃദയത്തോ ചേർത്ത് വെച്ച് വലതേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വചനം ഏറ്റിൽ വായിച്ച പെങ്ങളെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷയും കരുണയും എല്ലാമായി തീരണം. സങ്കീർത്തനം 23:6. സങ്കീർത്തനം 23:6. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവന്റെ കരുണ എന്നേക്കും എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതിനെന്ത് ചെയ്യണം? അവനോട് ചേർന്ന് നിൽക്കണം, അവന്റെ ആലയത്തില് വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 25:6. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഏറ്റുചൊല്ലി വായിപ്പിക്കാം. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. ഹല്ലേലൂയ. ഈ കാരുണ്യം നമ്മളേറെ അനുഭവിച്ചിട്ടുണ്ടല്ലേ? നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, തൊട്ടു മുന്നേ ഞാനിങ്ങനെ ഒരാൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പങ്കുവച്ചൊരു കാര്യം, അച്ഛൻ എന്തുണ്ടായാലും എത്രയുണ്ടായാലും ഒരു നിമിഷം മതി എല്ലാം പറ. എൻ്റെ ജീവിതം എൻ്റെ സമ്പത്ത് മാത്രമല്ല, ജീവിതവും തീരാൻ അല്ലേ? നമ്മൾ കോവിഡ് സമയത്തൊക്കെ അത് കണ്ടതാ അല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്താണെങ്കിലോ, എന്തൊക്കെയാണെങ്കിലോ, ആരൊക്കെയാണെങ്കിലോ അതൊക്കെ അവൻ്റെ കാരുണ്യം പറ മാത്രം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യം ഒത്തിരി അനുഭവിച്ച ഓരോ മക്കൾ നാം ഓരോരുത്തരും. ഇനി ബൈബിളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ച ഒത്തിരി മക്കളെ കാണാൻ സാധിക്കും. ദൈവത്തോട് ചേർന്ന് നിന്ന് അവരൊക്കെ അനുഗ്രഹം ഭാവിച്ചു. എന്ന് അവര് ദൈവത്തിൽ നിന്നകന്ന, ഞാൻ പ്രസംഗം പറയുമ്പോൾ എന്നെ കുറിച്ച് ധ്യാനിക്കണ്ട കേട്ടോ, ഞാൻ പറയുന്ന വചനവും ധ്യാനിക്കണ്ട, കണ്ണ് തുറന്ന് എന്നെ നോക്കിയിരിക്കണം കേട്ടോ. അത് ഞങ്ങൾ അച്ഛന്മാർ ആഗ്രഹിക്കുന്നതാ. അല്ല, ഇപ്പൊ ഞാൻ പ്രസംഗം പറയുമ്പോ കണ്ണടച്ച് എൻ്റെ കർത്താവെ ബെന്നിയച്ച അനുഗ്രഹിക്കണമേ, അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കണ്ട. എന്നെ കർത്താവ് ഇഷ്ടം പോലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കണ്ണടച്ച് പിടിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട കേട്ടോ, കണ്ണ് തുറന്ന് പിടിച്ച് പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. എൻ്റെ പൊന്നമ്മച്ചമാരൊത്ത് നന്ദി പറയാ. കണ്ണടച്ചാലും കുഴപ്പമില്ല, ഈ പ്രായത്തിലും ഈ 12 സമയത്തും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതൊരു അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ണടയ്ക്കോ കാതടയ്ക്കോ എന്നാ വേണം ചെയ്തോട്ടോ, ചുമ്മാ പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഒത്തിരി ഈ ആത്മീയ അനുഭൂതിയും ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ബൈബിളിലേക്ക് നോക്കുമ്പോൾ എന്തോരം പേരാ. നമ്മൾ ഇന്ന് ഒറ്റ ആളെ ധ്യാനിക്കും, ഒരു രാജാവിനെ. അയാളെങ്ങനെ ദൈവത്തോട് ഭയങ്കരമായിട്ട് ചേർന്ന് നിന്ന് ജീവിച്ച വ്യക്തിയാ, നമ്മളെ പോലെ എന്ന് ഞാൻ പറയില്ല. പ്രൈസ് ദി ലോർഡ്. ഒപ്പം അയാൾ മാത്രമല്ല, ഇനി ഉറക്കം വന്നി കണ്ണ് തിരുമ്പി കണ്ണിനെ നശിപ്പിക്കണ്ട കേട്ടോ, ഉറങ്ങിക്കും. ചെല്ലമ്മച്ചിമാർക്ക് കണ്ണങ്ങ് തിരുമ, എൻ്റെ പൊന്നെ കണ്ണ് തിരുമ്പി കണ്ണ് കളയണ്ട, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പ്രിയമുള്ളവരെ, നീ എന്ന് ദൈവത്തോട് ചേർന്ന് നിന്നോ അന്നൊക്കെ നിനക്ക് അനുഗ്രഹം കിട്ട്. നീ ഇപ്പം ഞങ്ങളെപ്പോലെ അച്ഛന്മാരും ബാക്കി പ്രേക്ഷിതൊക്കെ
മറ്റു മക്കളെയും ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുമ്പോഴും ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. പക്ഷേ അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുകയും അനുഗ്രഹം പ്രാപിക്കുവാൻ അനേക മക്കളെ അതിലേക്ക് ഒരുക്കുകയും ചെയ്ത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുമ്പോൾ, കൃപയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, അഭിഷേകത്തിൽ മാറി നിൽക്കുമ്പോൾ, കൽപ്പന ലംഘിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൾ കഴിഞ്ഞു. അങ്ങനെയുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങളായിട്ടും പങ്കുവെക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം ആരും വായിക്കേണ്ട, ഞാൻ വ്യാഖ്യാനിച്ചോളാം, സമയം കളയണ്ട. 2 ദിനവൃത്താന്തം എടുത്തോ. എടുത്ത് കിട്ടിയോ? ദൈവമേ, എവിടെ ദിനവൃത്താന്തം അല്ലേ? അങ്ങനെ ആയിരിക്കും തോന്നിയോ? ഇല്ലല്ലോ. 14-ാം അധ്യായം അവിടെ നമ്മൾ ഒരു രാജാവിനെ കാണുന്നുണ്ട്. അത് ആരാന്നറിയാമോ? ഒന്ന് ഉറക്ക പറ. ആസ രാജാവ്. ഞാൻ ആ രാജാവിനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക. 2 കേസ്. ഒന്ന്, ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചു. ദൈവജനത്തെ ദൈവത്തെ ചേർത്ത് നിർത്തിയപ്പോഴും അവരും അനുഗ്രഹം പ്രാപിച്ചു. ചേർത്ത് നിർത്തിയ ആസാ രാജാവും അനുഗ്രഹം പ്രാപിച്ചു. ആ മനുഷ്യന്റെ ഒരു വിശ്വാസത്തിന്റെ ആഴപ്പെട്ട അനുഭവം നമ്മൾ കാണുന്നത് 9 മുതൽ വാക്യാണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ സാത്താൻ പിടിച്ചുപോയി, തകർന്ന് തരിപ്പണായി. അങ്ങനെ തകർന്ന് തരിപ്പണം. നമ്മൾ അതൊന്ന് ധ്യാനിക്കാം. അപ്പം നിങ്ങൾ ആരും വായിക്കാം, ചേച്ചി പിന്നെ വായിക്കാൻ തരാട്ട സമയം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ പറയട്ടെ. അമ്മച്ചാണി വചനം വായിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ഇരിക്കുകയായിരുന്നു. ബൈബിളൊക്കെ കേട്ടോ. ഇനി ഒന്നാമത് നമ്മുടെ ഈ ആസാ രാജാവിനെ കുറിച്ച് ധ്യാനിക്കാം. ഞാൻ ഈ ആസാ രാജാവിനെ പറഞ്ഞ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ ജീവിതമായിട്ടൊന്ന് അതിനുവേണ്ടി. 14-ാം അധ്യായം 2-ാം വാക്യം. ആസ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം കിട്ടുവാൻ്റെ കാരണം എന്താ? ദൈവസന്നിധിയിൽ നീതിയും നന്മയും വിശുദ്ധിയും ജീവിച്ചു. അപ്പൊ നീ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇതുപോലെ അങ്ങോട്ട് ജീവിക്കണം. വധരമയത്തെ ടാറ്റാന്നേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് നിങ്ങളെ സമയത്തെ വിശ്വാസം കുറവാണ്. 12:45 അപ്പോൾ ഉറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. 1:15 ഫുഡ് തരും കേട്ടോ. ആ ശേഷമുള്ള ബാക്കി പരിപാടി. അപ്പോൾ ഒരു 3/4 മണിക്കൂർ എൻ്റെ പേരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ആസ എന്ത് ചെയ്തു? ഇതുപോലെ നീതിയും എല്ലാം അനുസരിച്ച് ജീവിച്ച വ്യക്തി. അപ്പം അദ്ദേഹം അനുസരിച്ച വ്യക്തി. ഇനി താഴെ നോക്കുമ്പോൾ എന്താണെന്നറിയാമോ? അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട മക്കളും അതുപോലെ കൃപയിലും അനുഗ്രഹത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല ഒരുക്കുകയും ചെയ്തു. ഇതാണ് ദൗത്യം. മനസ്സിലായില്ലേ? അതായത് ആസാ രാജാവ് മാത്രമല്ല, ആ രാജ്യം മുഴുവൻ എന്ത് ചെയ്തു? ഇങ്ങനെ നീതിയിലും നന്മയിലും കൽപ്പനകളും പാലിക്കുന്ന ഒരു സമൂഹമായി. അതാണ് നമ്മുടെ കുടുംബം. നമ്മളെ ഏൽപ്പിക്കുന്ന ജീവിത പങ്കാളിയെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവോത്മകമായി ജീവിക്കാൻ ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നീയും അനുഗ്രഹം പ്രാപിക്കും അല്ലേ? അപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ആയിരങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ മാത്രമായിരിക്കാം, അല്ല 1, 2, 3 മക്കളെ ആയിരിക്കാം. അത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം, അത് നിങ്ങളുടെ സമയം ഏൽപ്പിക്കപ്പെടുന്നു അല്ലേ? ഹല്ലേലൂയ. അത് ഏറ്റവും വിശുദ്ധമായ ജീവിതമാണ്. ഞങ്ങൾ വൈദികർ ആയിരങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ നീ ജീവിതം വാക്ക് നിമിത്തമായിട്ട് 3 പേർക്കായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുപോലെ അത് നിമിത്തമായിട്ട് നീ നിന്റെ കുടുംബവും അതെങ്കിലും പ്രാപിക്കും. ഞാൻ കാര്യം പറയട്ടെ. എൻ്റെ അമ്മച്ചി അപ്പച്ചനും പ്രൈസ് ദി ലോർഡ് 2 പേരും സ്വർഗത്തിലായി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞങ്ങൾ വൈദികരൊക്കെ ആവാൻ 13ഉം 15ഉം വർഷം പഠിക്കണം. ഒത്തിരി ദൈവശാസ്ത്രം പഠിക്കും, പലതും പഠിക്കും, ഒത്തിരി പ്രാർത്ഥന പഠിക്കും. ഞാൻ സത്യം പറയട്ടെ, ഞാൻ പഠിച്ച പല പ്രാർത്ഥന ഞാൻ മറന്നുപോയി. ഞാൻ ചെല്ലാറുമില്ല. എന്നാലും എത്ര തിരക്കാണെങ്കിലും
എത്ര ക്ഷീണമാണെങ്കിലും ഏതൊക്കെ പ്രാർത്ഥന ചെല്ലാൻ ഞാൻ മറന്നാലും ഒരിക്കലും ചെല്ലാൻ മറക്കാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ഏത് പ്രാർത്ഥന എന്നറിയാമോ? ഉറങ്ങാൻ നേരത്ത് ഞാൻ കട്ടുമേക്കാണ് കിടക്കുമ്പോൾ എൻ്റെ കൈ, ഈ വലത് കൈ നെറ്റിയിലേക്ക് പോകും. എന്നിട്ട് ചെല്ലുന്നൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന എന്താ? പറ. പിന്നെ അതൊന്നുമല്ല, വേറെന്താ? യൂരാനായി. എന്തത്? പറ. ഇതാരെന്നെ പഠിപ്പിച്ചേ? എൻ്റെ രക്തച്ചന ആരാ? ദൈവ. ഓ, പൂർത്തിയായി. എൻ്റെ അമ്മച്ചി അല്ലേ? മതി. എന്തോരം പ്രാർത്ഥന ഞാൻ ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിലും ഉറങ്ങാൻ നേരത്ത് കട്ടുമേക്ക് കിടക്കുമ്പോൾ കൈ തളർന്നാണെങ്കിൽ പോലും ഇങ്ങനെ ചെല്ലിയിട്ടാണ്. വലിയ പ്രാർത്ഥനയാ ആണ്. എൻ്റെ അമ്മച്ചി പ്രവർത്തിച്ച പ്രാർത്ഥന എനിക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയാ. ഏറ്റവും വലിയ യൂതന്മാർ രാജാവായ നീ പട്ടണം പറഞ്ഞാൽ പോകില്ലോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യമുണ്ട്, ഒരിക്കലും മറക്കാതെ ഞാൻ ചെല്ലുന്നു. അത് മതി. ഒരമ്മയ്ക്ക് പഠിപ്പിക്കാൻ നൽകിയ ഏറ്റവും വലിയ പ്രാർത്ഥന, ഒരമ്മയ്ക്ക് ജന്മം നൽകിയ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആത്മീയ ശക്തി. ബാക്കി ഏതൊക്കെ പ്രാർത്ഥന ഞാൻ മറന്നാലും മറന്നില്ലെങ്കിലും എന്തുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന ചെല്ലുന്നു? എൻ്റെ അമ്മച്ചി ചെറുപ്പത്തില് പഠിപ്പിച്ചു. അതല്ല, തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഒരു പുണ്യമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കും സാധിക്കും. നന്മയില് അല്ലെങ്കിൽ കൃപയില് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ആസാ രാജാവ് ചെയ്തത്. ആസാ രാജാവ് നന്മയെ ജീവിച്ചു, കൽപ്പനനുസരിച്ച് ജീവിച്ചു. അതുപോലെ എന്ത് ചെയ്തു? പഠിപ്പിക്കുകയും ചെയ്തു. അതിന് ഗുണം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയിൽ മുന്നേറിയ ഒരു സമൂഹം, കൃപയിൽ മുന്നേറിയ ഒരു സമൂഹം, കൽപ്പന പാലിക്കുന്ന സമൂഹം, അവിടെ തിന്മ ഉണ്ടാവില്ല, അസമാധാനം ഉണ്ടാകില്ല. ഇനി വീണ്ടും താഴേക്ക് നോക്കുക, കാണുന്നത് അച്ഛൻ കഥ പോലെ പറയാം. ആ രാജ്യത്ത് ശത്രുക്കള് ആരുമില്ല, സമാധാനം നിലനിൽക്കുന്നു. അപ്പൊ നിന്റെ കുടുംബമാണെങ്കിൽ അങ്ങനെയാ പ്രിയമുള്ളവരെ. അപ്പൊ ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കുന്നു, എല്ലാവരും കൽപ്പനകൾ പാലിക്കുന്നു. അപ്പൊ എന്തു ചെയ്തു? സമാധാനം മാത്രം നിലനിൽക്കുന്നു. അപ്പൊ യുദ്ധത്തിന് വേണ്ടി പൈസ മുടക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന പൈസ മുഴുവനും ജനത്തിൻ്റെയും ജനനന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയല്ലേ? വഴക്കും മുക്കേറും അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ളതാണെങ്കിൽ സമാധാനം ഉണ്ടോ? ഇല്ല, അല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു നിങ്ങളുടെ ഒരു മകൻ മദ്യപിക്കുന്നു, സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു മകള് ഈശ ആഗ്രഹിക്കാത്ത വ്യക്തിയെ ഒളിച്ചോടുന്നു, സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അച്ഛൻ പറയുന്നത് അങ്ങനെ സമാധാനം അനുഭവിക്കുന്ന ഒരു രാജ്യമായി മാറി. ഇവിടെയാണ് നീ സമാധാനത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? തിന്മയുടെ കടന്നുകയറ്റം. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ പ്രിയമുള്ളവരെ, ഇവിടെ തിരിച്ചറിയേണ്ടത്, ഇങ്ങനെ സമാധാനപൂർണമായി ജീവിച്ചപ്പോൾ, സന്തോഷപ്രദമായ തരത്തിൽ ജീവിച്ചപ്പോൾ, ഒരു തിന്മയും കടന്നു വരാതിരിക്കുവാൻ കോട്ട കെട്ടി ജീവിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെയാണ് 9-ാം വാക്യം വരുന്നത്. ഇങ്ങനെ സന്തോഷം ജീവിച്ചപ്പോൾ ഇവിടെ കാണുകയാണ് എത്യോപ്യക്കാരനായ വായിക്കേ മതി 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 മതി. അതെന്താണെന്നറിയാമോ? സമാധാനം പറഞ്ഞ് ജീവിക്കുക. നിന്റെ കുടുംബം സമാധാനമാകുമ്പോൾ, സന്തോഷം ജീവിക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല? സാത്താൻ ഇഷ്ടപ്പെടത്തില്ല. ഈ സാത്താൻ വിടുക. ഇവരിങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കുക. എത്യോപ്യയിലെ അടുത്ത രാജ്യത്തെ രാജാവ് 10 ലക്ഷം പടയാളികളുമായി ഇവരെ തകർക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ടാറ്റാന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെയാണ് പ്രിയമുള്ളവരെ, ടാറ്റ ചോദിച്ച ഉടനെ മനസ്സിലാക്കി എവിടെയെങ്കിലും ഏത് ചേച്ചിമാരും പെങ്ങന്മാരും കണ്ണടച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു ചേച്ചി ഒരു പെങ്ങൾ നിമിത്തമായിട്ടും ഇത്രയും നേരം 1 മിനിറ്റ് പറ
ഇല്ല, അഭിഷേകം കിട്ടും. നമ്മൾ പോസിറ്റീവ് കാണാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇവിടെയാണ് പറയുന്നത്, സ്വസ്ഥമായിട്ട് സന്തോഷമാണ് ജീവിച്ചപ്പോൾ സാത്താനത് ഇഷ്ടപ്പെട്ടില്ല. ആസാ നോക്കിയപ്പോൾ ആകെ ഭയമായി. കാര്യം എന്താണെന്നറിയാമോ? 10 ലക്ഷം വരുന്ന പടയാളികളോട് 5 ലക്ഷം മാത്രം പടയാളികളുള്ള ആസാ രാജാവിനെ തകർക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ എൻ്റെ ശക്തിക്കും കഴിവിനപ്പുറമായും തിന്മ നമ്മളെ നശിപ്പിക്കാൻ വരും. അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ആള് പറഞ്ഞു, ബെന്നേച്ച, ഞാൻ ഇത്രയും ലക്ഷം കടമുണ്ട്, എൻ്റെ മുന്നിൽ ഒരു മാർഗവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ധ്യാന ഗുരുക്കൾക്ക് മാർഗമൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇല്ല, അറിയില്ല എന്നല്ല, ശരിയാ. അപ്പൊ ഞാൻ ധ്യാനം കൂടെ തമ്പരാൻ വഴി ഒരുക്കും. ആ പ്രതീക്ഷ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ധ്യാനഗുരുക്ക് അങ്ങനെ പറയുള്ളൂ, നീ തമ്പരാന്റെ അടുത്തേക്ക് വാ, തമ്പരാന്റെ മുന്നില് വഴിയുണ്ട്. ധ്യാനം കൂടി ഇരുന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സഹോദരൻ എങ്ങനെയുണ്ട്? അച്ഛാ, നല്ല ധൈര്യം കിട്ടി അച്ഛാന്ന് പറഞ്ഞു. ധൈര്യം കിട്ടി അച്ഛാന്ന് പറഞ്ഞു. മതി, അത്രേ ഉള്ളൂ. ഇനി അയാൾക്ക് എന്തോന്നല്ല, അയാൾക്ക് ടെൻഷൻ മാറി. പ്രൈസ് ദി ലോർഡ്. ഒപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, സഹായിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും ഒന്ന് വഴി തുറക്കട്ടെ. ഓൺലൈൻ ധ്യാനാട്ടോ, ഇവിടെയുള്ള ധ്യാനമല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇവണെങ്കിൽ ഈ സഹോദരി ഭയങ്കര അസ്വസ്ഥയായിരുന്നു. പക്ഷെ ദൈവം തുറക്കുന്ന വഴി, അതാ പറഞ്ഞത്, നമ്മുടെ നിസ്സഹാവസ്ഥയിൽ ദൈവം വഴി തുറക്കും. നമ്മുടെ മുന്നിലാണ് എല്ലാ വഴികളും തുറക്കുന്ന അടയുന്നത്. അവിടെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. ഇപ്പൊ ഞാൻ ആ പെങ്ങൾക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചു. ഉള്ള സത്യം പറയാലോ, അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയാ, ഈ പെങ്ങൾ ജോലി ചെയ്യുന്ന വീടുണ്ട്. എൻ്റെ മക്കൾ ഓൺലൈനാണ് ഫോക്കസ് ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ രാജ്യത്തും ഇങ്ങനെ ധ്യാനിപ്പിച്ചും ഓൺലൈനായിട്ട് എളുപ്പമാണ്. അപ്പോൾ വലിയ ശബ്ദം എടുക്കണ്ട. ഞങ്ങൾ ധ്യാനഗുരുക്ക് പറയുന്ന രോഗമാണ്, ഓളിയും പിടിക്കും, ഞങ്ങളുടെ ഉള്ളിൽ കയറി പിടിക്കും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, ഈ ട്യൂണിൽ അങ്ങോട്ട് പോയാൽ മതി, എടുക്കുന്നത് എടുക്കാം. അപ്പോൾ ഞാൻ അവൻ്റെ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. 3 ദിവസം പെങ്ങൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ ആകെ ഇങ്ങനെ എൻ്റെ അവസ്ഥ അറിയാമായപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന അമ്മയുടെ മകൾ എന്നെ കാണാൻ വന്നു. ചുമ്മാ വിഷയം ചോദിച്ചപ്പോൾ ചുമ്മാ ഇത് കാഷ്വലായിട്ട് പറയാൻ അവസരം വന്നു. 80 ലക്ഷമായിട്ട കടം, എങ്ങനെയുണ്ട്? നമുക്ക് 8 ലക്ഷം ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? വാന്നാ ഏതായാലും ഈ പെങ്ങള് പറയാ, നോക്കുന്ന അമ്മയുടെ മകള് കാണാൻ വന്നു. അപ്പോൾ സംസാരത്തിനിടയ്ക്ക് ഈ കാര്യം, നിങ്ങൾ പെങ്ങന്മാരാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിലാദിയാണല്ലോ, അത് പറഞ്ഞു. ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ തന്നെ ഈ ഈ സഹോദരി ചെക്ക് ചെയ്ത് കൊടുത്തു 80 ലക്ഷത്തിൻ്റെന്ന്. കണ്ടാ, ഇത്രയേ ഉള്ളൂ അച്ഛൻ പറയണത്. പിന്നെ അച്ഛാ, അപ്പൊ എൻ്റെ അഡ്രസ്സും തരാമോ, എനിക്കൊന്ന് എഴുതി ചോദിക്കാനാ. ചുമ്മാ സമയങ്ങളല്ലോ അച്ഛൻ പറഞ്ഞത്. നമ്മുടെ മുന്നില് തമ്പരാൻ നമ്മളെ തമ്പരാൻ ഏശയ്യായിൽ പറയുന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടി തുറന്നാ പൂട്ടാൻ പറ്റുമോ? ഇല്ല. തമ്പരാൻ തുറന്ന പൂട്ടത്തില്ല, ആർക്കും പൂട്ടാൻ. തമ്പരാൻ അടച്ചാലോ അകം തുറക്കാനും. ഇതാണ് പ്രിയമുള്ളവരെ, ആസാ രാജാവിനെ അറിയാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു നിസ്സഹായാവസ്ഥയില് ഈ ആസാരാജന്റെ പ്രാർത്ഥനയുണ്ട്. 2 ദിനവൃത്താന്തം 14-11 മുതൽ. ആസ വായിക്കേ. മതി. ഒറ്റ പ്രാർത്ഥനയാണ്. കർത്താവേ, ഞാൻ നിസ്സഹായനാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നീ പറയണം, ഏറ്റു പറയണം. അപ്പോഴാണ് കർത്താവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നീ പറയണം. എന്നിട്ട് മറ്റൊന്നുകൂടി, ഒരു പ്രാർത്ഥന കൂടി, അല്ല അപ്പുറമായിട്ടും തമ്പുരാനെ ഒരു പ്രത്യേക
അവസ്ഥയിലാക്കി ഈ ചങ്ങാതി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് കണ്ടിന്യൂ. നോക്ക്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങള് യുദ്ധത്തിന് പോണത് ആരുടെ നാമത്തിലാ? ആരുടെ ശക്തിയിലാ? നിന്റെ ശക്തിയില്. അവൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂ. മതി മതി മതി. ഇതെന്താ അർത്ഥമാക്കുന്നേ? നോക്കിയേ, അവനങ്ങാൻ ജയിച്ചാല് നീ ആട്ടോ പറ, നാണം കെടാൻ പോണേ. അങ്ങനെ പറഞ്ഞു. നിന്റെ നാമത്തിലാണ്, നിന്റെ ശക്തിയിലാണ് ഞങ്ങള് യുദ്ധത്തിന് പോകുന്നത്. അവനങ്ങാൻ ജയിച്ചാല് ആർക്കാ നാണക്കേട്? ആർക്കാ നാണക്കേട്? നിനക്ക്. അങ്ങനെ പറഞ്ഞു. അപ്പൊ ആര് യുദ്ധത്തിൽ ജയിപ്പിക്കേണ്ട കടമ ആരെയാ? ദൈവത്തിന്. അവന്റെയാ? ദൈവത്തിന്റെ. അവൻ പറഞ്ഞില്ലേ, നിന്നിൽ ആശ്രയിക്കുന്നു, നിന്റെ ശക്തി ഞങ്ങൾ പോകുന്നു, ഇനി ഞങ്ങളങ്ങ് തോറ്റാല് നീയാണ്. കണ്ടോ? അങ്ങനെ പറയാനൊരു സ്വാതന്ത്ര്യം വേണം അല്ലേ? ഇതാണ് പുത്രസ്വാതന്ത്ര്യം. ദൈവം എനിക്ക് തരണം, എനിക്ക് വേണം, എനിക്ക് വേറെ മാർഗവുമില്ല. ഞാനങ്ങ് തോറ്റാ നീ ആയിരിക്കും കാരണക്കാരൻ. ആ ഒരു ധൈര്യമുണ്ട്. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കും. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു കൊച്ചെന്നെ കാണാൻ വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കൊച്ച 9 മണിക്ക് മുന്നേ വന്നോളണം, അല്ലെങ്കിൽ ഞാൻ പോട്ടോ എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. 8:45 കൊച്ചു ഓടി വന്നു. അപ്പൊ കൊച്ചു പറയാ, അവിടെ കുറെ ആളിങ്ങനെ ശുശ്രൂഷ ചെയ്തു. അപ്പൊ ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർ തമ്പരാൻ കാക്കും. 3 തവണ കണ്ണടച്ചു തുടങ്ങി ആരാണ്ടൊക്കെ 3 തവണ 20 മിനിറ്റും കൂടിയിട്ടോ കണ്ണടക്കരുത്. ഈശോയുടെ കണ്ടീഷൻ പറഞ്ഞേ, 20 മിനിറ്റ് നേരത്തേക്ക് ദൈവത്തിന് മുന്നിലും ബെന്നിയച്ഛന് മുന്നിലും കണ്ണടക്കത്തില്ല പറഞ്ഞോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കൊച്ചൻ്റെ പറഞ്ഞു, മോളെ നീ എന്തിനാ ഓടി വന്ന? കാര്യമുണ്ട് അച്ഛാ, ഇന്നലെ റിസൾട്ട് വന്നു OITയുടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൊച്ചു പറയാ, 3 തവണ ഞാൻ തോറ്റു അച്ഛാ. എനിക്കാണ് ഈ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാ. അവസാനം ഭർത്താവ് എന്നോട് പറഞ്ഞു, അവൻ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവസാനം ഇല്ല, കൊച്ച് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാൻ പോയിക്ക് ഇവിടെ ഇരിക്കൊന്നുമില്ല, നൈസാ. അപ്പൊ എനിക്ക് ധൈര്യം. ഞാൻ വേറെ ഒന്നുമല്ല, ആ കൊച്ച് പ്രാർത്ഥിച്ച ഒരു കണ്ടീഷൻ ഉണ്ട്, കിട്ടിയ അനുഭവത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ട്, അത് പങ്കുവച്ചതാ. എന്നിട്ട് കൊച്ചിന്റെ ഭർത്താവ് പറഞ്ഞു, 3 തവണ എഴുതി കടോ വില വാങ്ങിച്ച് എഴുതിച്ചതാ, ഇനി നീ ഒരു കാര്യം ചെയ്യ്, മാറ്റി പിടിക്കും. നമ്മൾ പറയത്തില്ലേ, നീ OIT മാറ്റി പിടിക്കേ. അപ്പൊ കൊച്ചു പറഞ്ഞു, ഇതിന് മക്കളില്ല. അപ്പോൾ കല്യാണം ഉണ്ടായി നാളായില്ല, 2 വർഷം ഉണ്ടായുള്ളൂ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ല. നല്ല ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയാലാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് ജീവിക്കാതെ തമ്പരാൻ ഉണ്ണികൾ തമ്പരാൻ കൊടുക്കത്തില്ല. അത് നല്ല ജോലി വേണം. ഇതൊക്കെ മനസ്സിൽ കണ്ടീഷൻ വെച്ചുകൊണ്ട് അപ്പൊ പറഞ്ഞു, ഭർത്താവ് നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഭാര്യയാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, ചേട്ടാ അവസാനമായിട്ട് ഒന്നുകൂടി അങ്ങോട്ട് എഴുതി നോക്കാം. അങ്ങനെ OITക്ക് എന്തോരം ഇവർ കടം വാലയൊക്കെ വാങ്ങിച്ചാണ്. 2 പേരും പ്രാർത്ഥിച്ചു. ഈ പെണ്ണ് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ 4ാമത്തെ കുത്താ. അപ്പൊ പെങ്ങള് പറയാ, കൊച്ചു പറയാണ്, എൻ്റെ വെന്നിയച്ചാ ഇതെന്റെ അവസാനത്തെ എഴുത്താന്ന് ഞാൻ തമ്പുരാൻ്റെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇങ്ങനെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണമ്പോൾ ഫോണിൽ കൂടെ വിളിക്കും, പ്രാർത്ഥിച്ചു കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. വന്നപ്പോൾ തന്നെ കൊച്ചു, എൻ്റെ വെന്നിയച്ചാ അച്ഛൻ പ്രാർത്ഥിച്ചതിന് കുറവാന്ന് ഞാൻ പറയുന്നില്ല, അതാന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കൊച്ചു പറഞ്ഞു, 3 തവണ എഴുതിയിട്ടും ഇത്രയും പ്രയാസപ്പെട്ട ഒരു പരീക്ഷ ഉണ്ടായില്ല. അപ്പൊ കൊച്ചെന്തോ ഉദ്ദേശിച്ച് 4ാമത്തെ എണ്ണം വിജയിക്കാൻ വിചാരിച്ചത് അത് ഏറ്റവും പ്രൈസ് ദി ലോർഡ്. ഞാൻ നീ മിണ്ടാതിരുന്നേ, നീ ജയിക്കൂടി മോളെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് അവളുടെ വിശ്വാസക്കുറവായിട്ടല്ല, 3 തവണ ഇതിലേക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. ഈ തവണ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്.
അവൾ പറയുകയും ചെയ്തു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം റിസൾട്ട് വന്നു. അപ്പോൾ അവള് ഉദ്ദേശിച്ച് ഒരാഴ്ചയിലെ സ്കോർ കിട്ടി, അവൾ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. കയ്യടിക്കണ്ട കേട്ടോ, ഒന്ന് കയ്യടിക്ക്. എല്ലാ പെണ്ണുങ്ങളും ജയിച്ച് ഞങ്ങൾ എന്തിനാ ഭിന്നിച്ച കയ്യടിക്കണല്ലേ? നിങ്ങളത് കേട്ട് അങ്ങനെ കയ്യടിക്കും, നിന്റെ ജീവിതത്തിൽ വിജയം ആര് വരും? അപ്പൊ ഞാൻ ചെടി നീ എന്തോന്ന് പ്രാർത്ഥിച്ചത്? അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് പ്രയാസമേറിയ വിഷയമാണെങ്കിലും എൻ്റെ ആഗ്രഹം തമ്മിൽ നീ കാണുന്നുണ്ടല്ലോ. പിന്നെ ഞാന് കാവൽത്തല ഓഫീസിൽ കുറെ നേരം ശുശ്രൂഷ ചെയ്താലോ, കുറെ നാള് എന്നെ ജയിപ്പിച്ചേ പറ്റൂ. സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് ഞാൻ എഴുതിയത് മനുഷ്യബുദ്ധിയ ജയിക്കില്ല, നീ ജയിപ്പിക്കെന്ന് പറഞ്ഞു. തമ്പുരാൻ ജയിപ്പിച്ചു. പ്രിയമുള്ള എന്താ കാര്യം എന്നറിയാമോ? ചൊവ്വാഴ്ച ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ രഞ്ജിത്തച്ഛൻ്റെ കാര്യം പറയൂലേ, നീ വിശ്വസിക്കുക. അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ? എന്ത് സംഭവിക്കും? സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം, നീ നോക്കി സമയം കളയണ്ട, ഞാൻ പറഞ്ഞോളാം, ഇങ്ങോട്ട് നോക്കുക. അതായത് അവിടെ എന്താ കാര്യം എന്നറിയാമോ? ഏത് വൈദികനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കും എന്താ അറിയാമോ? ഇപ്പം നിനക്ക് വേണ്ടി പറയാം, എൻ്റെ അച്ഛാ എനിക്ക് ക്യാൻസർ രോഗമാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ OIT പാസ്സാകണം, എൻ്റെ മകൻ പൂർണ്ണ മദ്യപാനിയാണ്, അല്ലെ എനിക്കാണ് പ്രാർത്ഥന ചെയ്തിട്ടുമില്ല അച്ഛാ, വചനം കേൾക്കുമ്പോൾ ഉറക്കം വരും അച്ഛാ, അങ്ങനെയൊക്കെയാണ്. അപ്പം എന്ത് പറയുമോ, നിന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് രഞ്ജിത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദൈവമേ, നീ എനിക്ക് തന്ന പൗരോഹിത്യ അധികാരത്താൽ ഞാൻ ഈ ഏലിയാമ്മയ്ക്ക് വേണ്ടി, ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്നത് കർത്താവ് നീ കൊടുക്കണമെന്ന് പറയും. ഇപ്പം എന്ത് സംഭവിക്കുന്ന അറിയാമോ? ചുമ്മാ സംഭവിക്കുകയല്ല. ആ വൈദികൻ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത പൗരോഹിത്യ അധികാരത്തോടെയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുമെന്നല്ല, സ്ഥിരീകരിക്കും. ഇവിടെ രഞ്ജിത്തച്ഛൻ പറഞ്ഞു, പെങ്ങളെ സമാധാനത്തിന് പൊക്കോളൂ, നിനക്കത് കിട്ടൂന്ന് പറഞ്ഞു അല്ലേ? അതിൽ നിന്റെ വിശ്വാസത്തിന് തടസ്സം മാറുന്നു രഞ്ജിത്തച്ഛൻ നിങ്ങൾ പറഞ്ഞു. പറഞ്ഞില്ലെങ്കിലും അച്ഛൻ്റെ മനസ്സ് പറഞ്ഞു അല്ലേ? എന്നിട്ട് പറയും, പെങ്ങളെ സമാധാനത്തിൽ പൊക്കോളൂ, തമ്പര ഇടോടെന്ന് പറയും. അങ്ങനെ പ്രിയപ്പെട്ട വൈദികൻ മനസ്സിൽ പറഞ്ഞാൽ പോലും, ഒരുപക്ഷെ മെസ്സേജ് ഇട്ട് പറഞ്ഞാൽ പോലും, എന്തു പറയുന്നോ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയും സ്വർഗം അപ്പോഴത് സ്ഥിരീകരിക്കും. ഇതിലപ്പുറം വാഗ്ദാനം എന്താ വേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു തമാശ പോലെ പറയുകയൊന്നുമല്ല. ചിലപ്പോ ഒത്തിരി തിരക്കുടിക്കും അച്ഛൻ ഒരു പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ടൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരിക്കും. അങ്ങനെ ഒത്തിരി സമയം എടുക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റുമൊന്നുമില്ല അല്ലേ? നിങ്ങൾ ഇത്രയും പേര് 100 പേര് അച്ഛൻ്റെ റൂമിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ വ്യക്തിയും 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമെന്നാ? ഞാൻ ചുമ്മാ തലവിട്ട് പോകുള്ളൂ. ചിലപ്പോൾ നിങ്ങളവിടെ വരുന്ന പലർക്കും അറിയാലോ, ഒത്തിരി പേര് വരുമ്പേ മതിന്നേ. 1 സെക്കൻഡാണെങ്കിലും സമയത്തെ ഡ്യൂറേഷൻ അതും വേണം കേട്ടോ. ചിലപ്പോൾ തോന്നാറുണ്ട്, അയ്യോ ഇത്രയും ദൂരേന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി ആ വൈദികൻ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ച ഒരൊറ്റ നോട്ടം മതി, ഒരു സ്പർശനം മതി, നിന്റെ നിയോഗങ്ങള് സ്വർഗത്തില് എത്തപ്പെട്ടു. സ്ഥിരീകരണം സംഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേറെ ഉദാഹരണ കാര്യം അറിയാമോ? ഫേസ് ഓഫ് ദ ഫേസ്ലെസ് സിനിമയില്ലേ, നമ്മുടെ റാണിമരിയെ കുറിച്ച് ആ സിനിമ കണ്ടില്ലേ നിങ്ങള്? കണ്ടോർന്ന് കൈ ഉയർത്തി. ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. എൻ്റെ ഈശോ കൈ ഉയർത്ത്. ആ ഫേസ് ഓഫ് ഫേസ്ലെസ് സിനിമ കണ്ടില്ലേ? അവിടുന്ന് കൈ ഉയർത്ത്. നല്ല വലിയ ചേച്ചി കണ്ടു വെച്ച് കൈയാത്തിട്ടോ, വലിയ റെക്കോർഡ് കളക്ഷൻ കിട്ടി. വിജയിക്കുമെന്ന് സ്വപ്നത്തിൽ പോലെ അദ്ദേഹം വിചാരിച്ചില്ല. 8 കോടി പൈസ വേണം, 8ന്റെ ഇരട്ടി കിട്ടി. ആ സിനിമ ഒരിക്കലും വിജയിച്ചില്ല. അപ്പോഴാണ്
ഇദ്ദേഹം സ്ക്രിപ്റ്റായിട്ട് എൻ്റെ അടുത്ത് വരുന്നു. ആ ഡയറക്ടർ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം സിനിമയുടെ ഇതൊക്കെ ഞാൻ ഈ സിനിമയൊക്കെ ഇച്ചിരി പഠിച്ചു. എനിക്ക് അതിനെപ്പറ്റി കുറച്ചറിയാം. ഇത് നോക്കിയപ്പോൾ എൻ്റെ തമ്പുരാനെ, ഇതിന് പറ്റി പൈസ ചങ്ങാക്കി അവിടെ നിന്ന് കിട്ടും. സിനിമ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ എനിക്ക് കുറച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഈ മകൻ്റെ വിശ്വാസമല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുട്ടുകുത്തിക്കോടോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണമേ, ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പളച്ചക്കണ്ട് വന്നിരിക്കുന്ന അവിടെ ഈ ഡയറക്ടറെ കൊണ്ട് 8 ലക്ഷം രൂപ, 8 കോടി വേണം. 8 ലക്ഷം രൂപ ഇവൻ്റെ കയ്യിലില്ല. ഇവന് വലിയൊരു ആഗ്രഹം സിനിമ പിടിക്കണമെന്ന്. എൻ്റെ അടുത്തൊന്നും ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയത് കയ്യിൽ പിടിച്ചു, പ്രാർത്ഥിച്ചു. പൊക്കട വഴിയൊക്കെ തുറന്നു വരുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ദേഷ്യമോടെ പ്രാർത്ഥിച്ച് പറഞ്ഞതല്ല. മതി, പൊക്കോട വഴി തുറന്നു എന്ന് പറഞ്ഞു. അവന് ഭയങ്കര ഒരു സന്തോഷമായി, ധൈര്യമായി. സത്യം പറഞ്ഞ അങ്ങനെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, സത്യം പറയാം. പക്ഷെ ഇവൻ്റെ ആഗ്രഹവും എല്ലാം കൊണ്ട് പൊക്കോട എല്ലാം ഒരുക്കും പറഞ്ഞോളൂ. നിങ്ങൾക്കറിയോ, ഇവനും എൻ്റെ ഫ്രണ്ടും കൂടി നേരെ ബോംബെക്ക് ട്രെയിൻ കയറി. ഫ്ലൈറ്റ് ഇവൻ പൈസയൊന്നുമില്ല. എന്നിട്ട് ഈ സ്വപ്നം 2 പേരോട് പങ്കുവച്ചു. ആദ്യത്തെ ആള്, ഞാൻ പറയും കൂടുതൽ സമയമില്ല, 1.5 കോടി ആദ്യത്തെ ആൾ ഇവന് കൊടുത്തു. നോക്ക്. പിന്നെ ഇവൻ തന്നെ പറയാ. അപ്പം എൻ്റെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞ വാക്ക് മതി. ഞാൻ നിങ്ങൾ സത്യം പറയാം, ഞാൻ സിൻസിയറായിട്ട് പറയാം, ഞാൻ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. സാധാരണ വരുന്നൂറ് ചില വ്യക്തികൾ പോലും എനിക്ക് ക്യാൻസറാണ്, അപ്പം ചങ്കൂട്ടിയും പ്രാർത്ഥിക്കും, ഞങ്ങൾ അച്ഛന്മാർ പ്രാർത്ഥിക്കും. സിനിമ പിടിക്കാനല്ലേ, എന്നാലും ഞാൻ നടക്കൂടാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടുള്ളൂ. ആശ്രമം നടക്കുകയും ചെയ്തു. ചിന്തിക്കാൻ പറ്റാത്ത റെക്കോർഡ് കളക്ഷൻ കിട്ടി. അങ്ങനെ കളക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇവൻ എൻ്റെ അടുത്ത് വന്നത് ആ സിനിമ ഞാൻ പഠിച്ചതുകൊണ്ട് ഒരുപക്ഷെ സിനിമ ഞാൻ സപ്പോർട്ട് ചെയ്ത് വിചാരിച്ചുകൊണ്ടായിരിക്കാം. എൻ്റെ മനസ്സ് ഓടി, കർത്താവേ, ഞാൻ ആ സിനിമ അന്ന് എടുത്ത് ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിജയിച്ചിരുന്നെങ്കിൽ ഇവൻ്റെ ക്രെഡിറ്റൊക്കെ കിട്ടിയേനെ അല്ലേ. അത് മാനുഷ്യമായ ഒരു ചിന്ത. പക്ഷെ ഒന്നുണ്ട് പ്രിയമുള്ളവരെ, ഞാൻ 2ാം ചിന്തിച്ചു, അത് ഞാനിവൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ എൻ്റെ ജ്ഞാനഗന്ധി എവിടെയാവും? വീണ്ടും കോവിഡ് വന്ന സമയത്താ പോലെയാവും അല്ലേ. ആത്മാക്കൾ ഒക്കെ പോകും. അത് ഈ 8 കോടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക? പിന്നെ 8 രൂപ ഉണ്ടാക്കാൻ പറ്റത്തില്ല, പിന്നെ 8 കോടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു വേറെ ഒന്നല്ല പ്രിയമുള്ളവരെ, നിന്റെ നിയോഗങ്ങളെല്ലാം നീ സമർപ്പിക്കുന്നു. ആസാരാജാൻ ജീവിതത്തിൽ സംഭവിച്ച പോലെ ആ യുദ്ധത്തിൽ ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്ത് ടാറ്റ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അവസാനത്തെ 10 മിനിറ്റ് ഇങ്ങനെ കൃപയിലൊക്കെ പോകുമ്പോൾ സാത്താൻ വെറുതെ, ഈ ആസാരാജാവ് നോക്ക്, ഇത്രമാത്രം ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ച് ദൈവം ഇറങ്ങി വന്ന് ഇവനെയും ഇവന് ജനത്തെയും തൊട്ടതല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? 16-ാം അധ്യായം വായിച്ച സമയങ്ങളുടെ കഥ പോലെ 10 മിനിറ്റും പറയാം. ഇവിടെ നോക്കിയോ, ഒരു കാര്യം ചെയ്തോ, ഒന്ന് എഴുന്നേറ്റ് ചാൾസെ 2 വരി പാടിയടാ. എഴുന്നേറ്റ് നിൽക്ക്. 2 വരി മാത്രം കൈയടിച്ച് പാടിയാൽ മതി കേട്ടോ. എന്നാലും 2ാമത്തെ സെക്ഷൻ 10 അവതരിപ്പിക്കുമ്പോൾ ഉറങ്ങരുത്, അതിന് വേണ്ടിയാ. ഒന്ന് കൈയടി. ആരും ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞതാ. ചാൾസ പാട്.
മിനിറ്റ് മതി. ഇരിക്കും. ഇനി ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണമേ. ഈ ആസാ രാജാവ് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു. 5 മിനിറ്റ് ഇവിടെ ആട്ടോ, 5 മിനിറ്റ് ചെയ്യാം കേട്ടോ. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു. പകർച്ച വന്നു. ദൈവം ഇടപെട്ട് എല്ലാം ചെയ്തിട്ടും ഇവന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു. അതാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ആസാ രാജാവിനെതിരായിട്ട് ബെൻദാദാദ് രാജാവ് എഴുതി വയ്ക്കൊന്നും വേണ്ട, വായിച്ചാൽ മതി, എല്ലാം എഴുതി വയ്ക്കാതെ. ഈ രാജാവ് യുദ്ധത്തിന് വരുന്നു. ചെറിയ രാജാവാ, യുദ്ധത്തിനല്ല, ഇങ്ങനെ കോട്ട കെട്ടുന്നു. അതൊക്കെ ഇത്രേ ഉള്ളൂ. കിടങ്ങ് കുഴിക്കുമ്പോൾ സാധനം കുഴിച്ചു. ഇവന് ദേഷ്യമായി. ഒന്നെന്ത് ചെയ്തു? സിറിയ രാജാവിനെ വിളിച്ചു വരുത്തുന്നു. അവനും വിളിച്ചു വരുത്തി സ്വാധീനിക്കുന്നു. ഏത്? ഇവനെ നശിപ്പിക്കാൻ വേണ്ടി. ഉണ്ടോ? എല്ലാ ആവശ്യമുണ്ടോ? പള്ളിയുടെ കുറെ പൈസ എടുത്തു, ഭണ്ഡാരത്തിന് കുറെ രൂപ എടുത്തു, എന്നിട്ട് കുറെ സ്വർണം വാങ്ങിച്ച് ഇവന് സമ്മാനം കൊടുത്തു. അപ്പൊ ദൈവം ആഗ്രഹിക്കാത്തത് ശത്രുത തകർക്കാൻ വേണ്ടി വേറെ ശത്രുവിനെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്താണ് ഒരു പ്രവാചകൻ വരുന്നുണ്ട്. ഒരു അയാളുടെ പേര് വിട്ടുയർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഹനാനി. അത് അടുത്തത് നമ്മൾ ഹനാനി, ദാവീദ. ഹനാനി എന്ന ദീർഘദർശി പറഞ്ഞു, നീ എന്നാ പണി കാണിച്ചേ? ഹനാനി പറഞ്ഞു, നീ എന്ത് പണിയെന്ന് കാണിച്ചത്? നീ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയത്? അന്ന് നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, നീ ദൈവത്തിൽ ആശ്രയിച്ചു, നിന്റെ ചിന്തയ്ക്കപ്പുറമായിട്ട് പോലും ദൈവം പ്രവർത്തിച്ചില്ലേ? നീ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിന് നിരക്കാത്തത്, ദൈവം ആഗ്രഹിക്കാത്തത്. അതിലപ്പുറമായിട്ടും ദൈവത്തോട് ആലോചന. ഈ ഹനാനി ദീർഘദർശിയോട് ഈ ആസാ രാജാവ് എപ്പോഴും സംസാരിക്കുമായിരുന്നു, ചോദിക്കുമായിരുന്നു. പക്ഷേ ഉന്നതമായ അവസ്ഥ എത്തിയപ്പോൾ, ലോകത്തെ സ്ഥാനമാനങ്ങൾ നേടിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു? ആശ്രയിച്ചില്ല. അതാ കുഴപ്പം. പറ, എന്ന് നീ ദൈവത്തിന്റെ വഴി വിട്ടു നടക്കുന്നോ, ദൈവമായിട്ട് ബന്ധം നീ വിച്ഛേദിക്കുന്നോ, അന്ന് തുടങ്ങുന്നു നിന്റെ പരാജയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ദൂത്, ദൈവത്തിന്റെ സന്ദേശം വെളിപ്പെടുത്തിയ ഈ ഹനാനി എന്ത് ചെയ്തു? തുറങ്കലിട്ടു. കണ്ടോ? നീ സഞ്ചരിക്കുന്ന വഴി തിന്മയാണെന്ന് പറയുകയും ദൈവത്തിൽ നിന്ന് നീ അകന്ന അവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു? പറഞ്ഞ നാക്ക് പിഴുതെടുക്കുന്ന അവസ്ഥ. പിന്നെന്താ കാര്യം എന്നറിയാമോ? അടുത്ത കണ്ണിയെ പറയുന്നതെന്നറിയാമോ? ഇവന് കാലൊരു ചൊറി വന്നു, അല്ലെങ്കിൽ പൊട്ടു വന്നു. എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തെ ആശ്രയിച്ചില്ല, ദൈവത്തില് ആശ്രയിച്ചില്ല. അവസാനത്തിൽ പറയുന്നുണ്ട്, തൻ 39-ാം ഭരണവർഷം ആസയുടെ കാലിൽ രോഗബാധയുണ്ടായി. അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരെ അല്ലാതെ കർത്താവിനെ കണ്ടോ. രോഗം വന്നു. പണ്ടാണെങ്കിൽ ഓടി ദൈവത്തെ വിളിച്ചു വരുന്നു. ദൈവത്തെ എന്ത് കണ്ടീഷൻ വെച്ചല്ലേ? നീ എന്നെ അനുഗ്രഹിക്കണം, അനുഗ്രഹിച്ചില്ലേ നീ നാളെ എന്നൊക്കെ പറഞ്ഞ മനുഷ്യനല്ലേ? ഇവിടെ നോക്ക്,
ലോകത്തിൻ്റെ അറിവിലേക്ക് പോയി. അവൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചില്ല. അവൻ്റെ പണി കഴിഞ്ഞു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതാണ് ദൈവം നമുക്ക്, ഞാൻ ഈ കൊച്ചു ക്ലാസ്സിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്നുകൊണ്ട് നീ മുന്നേറുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാം കർത്താവ് നിനക്ക് വേണ്ടി ക്രമപ്പെടുത്തും. ഇനി എന്ന് നീ കർത്താവിൽ നിന്ന് അകലുന്നുവോ, എന്ന് നീ കൽപ്പന ലംഘിക്കുന്നുവോ, എന്ന് നിന്റെ കഴിവ് നീ ആശ്രയിക്കുന്നുവോ, അന്ന് നിന്റെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൊണ്ട് അച്ഛൻ നിർത്തിയേക്കാം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, ചുമ്മാ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ചെക്കന് ഓസ്ട്രേലിയക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം. ഒരു ചെക്കന് എങ്ങോട്ട് പോകാൻ വലിയ ആഗ്രഹം. പോകുന്ന അച്ഛാ, ഞാൻ വലിയ പഠിപ്പിച്ചൊന്നുമല്ല, ഒരു പുതിയ ഒക്കാബുലച്ചൻ ക്രിയേറ്റ് ചെയ്തേക്ക, പഠിപ്പിച്ച്, അങ്ങനത്തെ വാക്കുണ്ടോ? ചുമ്മാ ഉണ്ടാക്കിയൊക്കെ ഓരോന്ന്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞു, ഞാൻ വലിയ പഠിപ്പിച്ചൊന്നുമല്ല. അപ്പം എന്നാ ചെയ്യണോടാ? അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഓസ്ട്രേലിയക്ക് പോകണം. അപ്പം ഇവൻ്റെ സ്കോറും പഠനത്തിൻ്റെ കപ്പാസിറ്റി നോക്കിയപ്പോൾ ഇവൻ പറഞ്ഞു കറക്റ്റാ. ഇപ്പം പറഞ്ഞു, അച്ഛാ അടുത്ത വെള്ളിയാഴ്ച ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പാസ്പോർട്ട് അച്ഛനെ കൊണ്ടുതരും. അതിനുശേഷം ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോകും. എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം. എൻ്റെ ലയിപ്പിച്ച് പോകുമ്പോൾ ആയിപ്പോയി. പിന്നെ ഈ കൊച്ചിൻ്റെ ആ നിഷ്കളങ്കമായ വിശ്വാസം നോക്കിയപ്പോൾ ഞാൻ ഓക്കേടാ, ഞാൻ ചെയ്തേക്കാമെന്ന് തോന്നും. അപ്പം പാസ്പോർട്ട് കൊണ്ടു തന്നു. ഞാനത് അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചു, നീ കൊണ്ടുപോക്കടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ചെങ്ങ IELTS എഴുതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? റിസൾട്ട് വന്നപ്പോൾ അവന് 7.5 കിട്ടി. പ്രൈസ് ദി ലോർഡ്. മതി ചോദിച്ച് കൈഡി വാങ്ങിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. 7 ഇപ്പം പറയാ, അപ്പ വിളിച്ചു, എൻ്റെ അച്ഛാ എനിക്ക് പോലും അറിയത്തില്ല ഇങ്ങനെയൊക്കെ കർത്താവ് പ്രവർത്തിക്കുന്നു. ഞാൻ വേറെ സത്യം പറയട്ടെ, പിന്നെ എന്നെ വിളിയാണ്, എപ്പോഴും വിളിയാണ്, 1000 നന്ദിയാണ്. ഗാകുൽത്താക്ക് എപ്പോഴും സഹായിക്കാൻ വരും. ഓസ്ട്രേലിയയിൽ ചെന്നു, കുറച്ച് കഴിഞ്ഞു, ഫോണുമില്ല, വിളിയില്ല, അവൻ്റെ കല്യാണത്തിൻ്റെ പറഞ്ഞു പോലുമില്ല. പറയാത്തിൻ്റെ പരിഭവം ഒന്നല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നീ അനുഗ്രഹം പ്രാപിക്കുക. അപ്പം 2:1 നിങ്ങളെ അധികം പരീക്ഷിക്കുന്നില്ല. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് പ്രിയമുള്ളവരെ കണ്ണുകൾ അടച്ചു പിടിക്കാം. ഓർക്കുക, ഈ കാലഘട്ടത്തിൻ്റെ ഒരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റ ഭാഗമായി നിങ്ങളിവിടെ എല്ലാവരും വന്നിരിക്കുന്നു. ഈ ആത്മീയ മുന്നേറ്റമാണ് കേരള സഭയുടെ പണ്ടുകാലത്തെ ശക്തി. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന നമ്മുടെ കൊച്ച് കേരള സഭ വീണ്ടും ആ ഒരു മുന്നേറ്റത്തിൽ വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പിന് പള്ളികളെല്ലാം സജീവമാകുവാനും വിശ്വാസം ആഴപ്പെടുവാനും നമ്മുടെ കരിസ്മാറ്റിക് മുന്നേറ്റം നിമിത്തമായി. അതിൻ്റെ ഒരു ബഹിഷ്കരണമായിരുന്നു സഭയുടെ വളർച്ച. ലോകം മുഴുവൻ എത്തപ്പെട്ട സന്യസ്തരും വൈദികരും ആത്മാരും ആഗോള സഭയെ പടുത്തുയർത്തുവാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ മാർപ്പാപ്പ പറഞ്ഞതും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് സഭ പോവുകയാണോ, അല്ലെങ്കിൽ വിശ്വാസം പോവുകയാണോ, അവിടെ ഒരു ഉണർവ് പങ്കുവയ്ക്കുവാൻ കരിസ്മാറ്റിക് നവീകരണത്തിന് സാധിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇവിടെ കർത്താവ് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഈ പരിശ്രമത്തിൽ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട രഞ്ജിത്തച്ഛനും ബാക്കി വൈദികരും ബാക്കി ശുശ്രൂഷകരും ചേർന്ന് നിന്നുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവീകരണ മുന്നേറ്റത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട രഞ്ജിത്തച്ഛനെയും ഈ ഗുഡ് ഷെപ്പേർഡ് കൂട്ടായ്മയെയും ഇതുമായി ബന്ധപ്പെട്ട മക്കളെയും പ്രാർത്ഥനയിൽ നിങ്ങൾ ചേർത്ത് വെക്കണം.
ഓരോ നിമിഷവും നീ പ്രാർത്ഥിക്കണം കർത്താവേ, പുതിയ ചൈതന്യത്താൽ ആത്മീയ മുന്നേറ്റത്താൽ മുന്നേറുവാനും ശക്തി പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന്. ഈ വൈദികനും മറ്റു മക്കളും ഇതിനു വേണ്ടി ഓടി നടക്കുമ്പോൾ അവരെ കരങ്ങൾക്ക് ശക്തിയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഈ സമൂഹത്തിന് വേണ്ടി, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നീ ഇന്ന് വന്നുവെങ്കിൽ അടുത്ത ദിവസം 10 പേരെ കൊണ്ടുവരുവാൻ നീ ഈശോയോട് പ്രാർത്ഥിക്കണം. നീ ഇപ്പോൾ ഭാവന കാണണം. നീ ഇരിക്കുന്ന കസേരയ്ക്ക് ചുറ്റും പിന്നിലും പുറത്തുമായി 10 പേര് വരട്ടെ. ഇതാ പ്രിയമുള്ളവരെ, 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ ദേശത്തിന് അനുഗ്രഹമായി മാറുവാൻ, ഈ ദേശത്ത് അനേകം മക്കളെ ദൈവത്തിലേക്ക് എത്തിക്കുവാൻ തക്ക തരത്തിൽ